രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത് ഒരാളെയല്ല, ഒന്നിലധികം ആളുകളുണ്ട് എന്ന് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ഒരു 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, അത് കേരളത്തിൽ താമസിക്കുന്ന പെൺകുട്ടിയല്ല, ബാംഗ്ലൂർ നിവാസിയാണെന്ന് മനസ്സിലാക്കുന്നു. പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. KPCCക്കാണ് പെൺകുട്ടി പരാതി കൊടുക്കുന്നത്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ തിരിച്ചു മറുപടി കൊടുത്തിട്ടുണ്ട് KPCC എന്നാണ്. അത് 23-കാരിയെ ഫെനി നൈനാൻ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉറ്റ സുഹൃത്ത്, ഉറ്റ തോഴനായ ഫെനി നൈനാൻ മുഖേന പെൺകുട്ടിയെ വിവാഹം കഴിക്കാം എന്ന് ഇവർ ഇൻസ്റ്റഗ്രാമോ എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെടുന്നത്. ആ പരിചയപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഒരു സാമൂഹിക പ്രവർത്തന രാഷ്ട്രീയ നേതാവുമാണ്. അപ്പോൾ അത്തരം ഒരാൾ തന്നോട് കള്ളം പറയില്ല എന്നൊരു ബോധ്യം നമ്മൾ ഇതിന്റെ മുന്നേയുള്ള ചർച്ചകൾ പറഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവിന്റെ ക്രെഡിബിലിറ്റി രാഹുൽ ഇതിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം തന്റെ അടുത്തേക്ക് ഒരു അടുത്ത ഇരയായി ഒരു 23-കാരി വരുന്നു. അവൾക്കും വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു. കേരളത്തിലേക്ക് എത്തുന്നു. കേരളത്തിൽ ഒരു ഹോം സ്റ്റേയിൽ വെച്ച് അതിഭീകരമായി പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു. ഈ പീഡനത്തിന് ശേഷം ഈ പെൺകുട്ടിയോടുള്ള സംസാരങ്ങളൊക്കെ കുറയ്ക്കുന്ന രാഹുൽ, പെൺകുട്ടി 2023-ലാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നീടാണ് രാഹുലിന്റെ തനി സ്വരൂപം പെൺകുട്ടി അടക്കമുള്ള ആളുകൾ അറിയുന്നത്. ഈ കൊടുത്തിട്ടുള്ള പരാതിയുടെ ചില ഫോർമാറ്റുകൾ അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിഭീകരമായി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ആ പെൺകുട്ടിയെ ഇയാൾക്ക് ഗർഭിണിയാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും എനിക്കൊരു കുഞ്ഞ് വേണമെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുകയാണ്. ഒന്നാലോചിച്ചൊക്കെ എത്ര ഭീകരമാണ് ഈ കാര്യങ്ങൾ. ഒരു MLA, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി, ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി, കോൺഗ്രസ് പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനിലേക്ക് വരാൻ സാധ്യതയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് വളരെ പെട്ടെന്ന് കരിയോഗ്രാഫ് ഉയർന്നൊരു വ്യക്തി ഒന്നിലധികം സ്ത്രീകളെ റേപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ലർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്നതൊക്കെ നമുക്ക് നിസ്സാരമായി തഴുകി പറയാമെങ്കിലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് മാപ്പില്ല. കേരള സമൂഹം ഇയാൾക്ക് മാപ്പ് കൊടുക്കരുതെന്നുള്ളതാണ് എൻ്റെ നിലപാട്. എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്? തീർച്ചയായിട്ടും ഇന്നലെ ആ 23-കാരിയുടെ പരാതി കൂടി വായിച്ചപ്പോൾ നമുക്കത് പിന്നെ സംശയത്തിന്റെ നിഴലിലല്ല, ഇതൊക്കെ ഏകദേശം സംഭവിച്ചത് തന്നെയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കും കൂടി വരുമല്ലോ, കോടതിയുടെ മുമ്പിലിരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും. അപ്പോൾ ഇത് ഇൻസ്റ്റഗ്രാമിലൂടെ ആദ്യം പരിചയപ്പെടുകയും അതിനുശേഷം ടെലിഗ്രാമിലും മെസ്സേജ് അയക്കുകയും ഈ അപ്രത്യക്ഷമാകുന്ന മെസ്സേജുകളൊക്കെ അക്കാലത്തെ പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കുട്ടി അന്ന് എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും ആയിരുന്നില്ല. അതിനുശേഷമാണ് അപ്പോൾ ഈ കുട്ടിയുടെ വിവാഹ വാഗ്ദാനം നൽകിയപ്പോൾ പെൺകുട്ടിയുടെ വീട്ടിൽ സമ്മതിച്ചില്ല. അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആകുന്നത്. അപ്പോൾ അന്നേരം പിന്നെ പറഞ്ഞ് ഏകദേശം സമ്മതിക്കുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അപ്പം വിവാഹം കഴിക്കുമെന്നുള്ളൊരു ധാരണ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ കൂടുതൽ ചാറ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തപ്പോഴാണ് പെട്ടെന്ന് ഈ ഫെനി നൈനാന്റെ കാറിൽ പിന്നെ ഈ പെൺകുട്ടിയോടൊപ്പം നഗരത്തിന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഒരു ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കാനെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. ഇതൊരു ഭാവി കാര്യം തന്നെ ആയിരുന്നു ആക്ച്വലി. പക്ഷെ സംസാരത്തിന്റെ കൂടെ അതങ്ങ് പ്രാവർത്തികമാക്കിയത്. ഈ കുട്ടി ഇത് എതിർത്തപ്പോൾ പറയുന്നത് റിലേഷൻഷിപ്പിലായിരിക്കുന്ന കാമുകന്മാർക്കിടയിൽ ഇതൊക്കെ സ്വാഭാവികമാണ് ഇന്നത്തെ റിലേഷൻഷിപ്പിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ്. പക്ഷേ പെൺകുട്ടിക്ക് സമ്മതമല്ലായിരുന്നു എന്നാണ് പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. അതിക്രൂരമായി റേപ്പ് ചെയ്തു എന്നാണ് കുട്ടി പറയുന്നത്. കുട്ടിക്ക് ഉപദ്രവം ഉണ്ടായി. അങ്ങനെ പെൺകുട്ടിക്ക് വീട്ടിൽ ചെന്ന് വീട്ടുകാരോട് പോലും പറയാൻ, കാരണം ഇത്രയും നല്ല രീതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു, കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുന്ന ഒരാള് ഉപദ്രവിച്ചുകൂടിയാണ്, ശാരീരികമായി പീഡനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ്, മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ടൊക്കെയാണ് റിലേഷൻഷിപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് കുട്ടി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ഈ പറയുന്നത് പോലെ ചാറ്റുകൾ കൊണ്ട് അപ്പോൾ രാഹുൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെന്ന്: ഞാൻ ആരെയും വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല, അതിൻ്റെ കാരണം ഞാൻ തിരക്കുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്, എനിക്ക് ഭാര്യയും കുഞ്ഞൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ഭാര്യയ്ക്കും കുട്ടിക്കും വേണ്ട ശ്രദ്ധയൊന്നും കൊടുക്കാൻ സാധിക്കില്ലെന്ന്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്ന നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനങ്ങളുള്ളത് ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അതിന് നിയമപരമായിട്ടുള്ള ശിക്ഷകൾ വിധിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ നാട്ടിൽ നിയമ സംവിധാനങ്ങളുള്ളത്. പക്ഷെ നിയമ സംവിധാനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു തലമുണ്ട്, ധാർമ്മികത എന്ന് പറയും. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം സമൂഹം പുലർത്തേണ്ടുന്ന ചില മര്യാദകളുണ്ട്. ഈ ധാർമ്മിക മര്യാദകൾ ലംഘിക്കുന്ന ആളുകളെ നമ്മൾ ക്രിമിനലുകൾ എന്ന് പറയും. ഒരു രാഷ്ട്രീയ നേതാവിന് ഈ സമൂഹത്തിൽ നിൽക്കുന്ന ഈ ധാർമ്മികതയെ പോറ്റി പുലർത്തേണ്ടതാണ് അടിസ്ഥാനപരമായ അയാളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം പോലും പാലിക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ താനൊരു എന്താ പറയുക, ഒരു ഹൈറാർക്കിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, തനിക്ക് പവറുണ്ട്. ഈ പവർ പൊളിറ്റിക്സിന്റെ ഭാഗം കൂടിയാണ് പവർ പൊളിറ്റിക്സ്. ഈ പവറുണ്ട്. അപ്പൊ തന്നെ ആരും അങ്ങനെ ഒന്നും നോക്കിയും വേദനിപ്പിക്കുകയൊന്നുമില്ല. പോലീസും തന്റെ കീശയിൽ ഉണ്ടാകും. തന്റെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് ഇതൊക്കെ ഒതുക്കി തീർക്കാം. അതിനിടയിൽ കുറെ പെണ്ണുങ്ങളെ എല്ലാം ഇങ്ങനെ ചൂഷണം ചെയ്തേക്കാം എന്ന് വിചാരിച്ചെടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റിപ്പോകുന്നത്. ആ തെറ്റിപ്പോയലിനെ വീണ്ടും വീണ്ടും പെൺകുട്ടിയുടെ നോക്കൂ, ആദ്യത്തെ പീഡന പരാതി കൃത്യമായി വന്നിട്ടുള്ളത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്
രാഹുൽ മാങ്കൂട്ടത്തിലെ വെട്ടുകളിക്കൂട്ടം മുഴുവനുമാക്കുന്നത്. ആ പെൺകുട്ടിയുടെ ക്രെഡിബിലിറ്റിനെയാണ് ചോദ്യം ചെയ്തത്. നീ ഒരുത്തനോട് കിടന്നവളല്ലേടി, ഒരു പബ്ലിക്കായി ഒരിക്കലും സംസാരിക്കാൻ പോലും സാധിക്കാത്ത ഭാഷയിലാണ് രാഹുലിന്റെ വെട്ടുകളിക്കൂട്ടം ചോദിക്കും. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവൾക്ക് അവളുടെ പ്രശ്നം. അപ്പൊ ഈ പറയുന്നത് വെട്ടുകളിക്കൂട്ടം മുഴുവൻ സദാചാരം പഠിപ്പിക്കാനായി ഇറങ്ങും. രാഹുലിനെ തേച്ച് വെളുപ്പിച്ച് മിനുക്കി എടുക്കാൻ വേണ്ടി ഇവർ സ്ത്രീകളെ അറ്റാക്ക് ചെയ്യും. ഈ സ്ത്രീയുടെ ഐഡന്റിറ്റി പുറത്തു വിടൂ എന്നാണ് പറഞ്ഞത്. പുറത്തു വിട്ടിട്ട് നിങ്ങൾക്ക് വീണ്ടും ആക്രമിക്കാനാണോ? ഇവരെല്ലാവരും ആവശ്യപ്പെടുന്നത് സ്ത്രീയുടെ ഐഡന്റിറ്റി പുറത്തു വിടണം. രാഹുൽ ഇര മാത്രമാണല്ലോ, കോടതി പ്രതിയാക്കി ശിക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വിടണ്ടേ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ അല്ലാതെ തന്നെ നിങ്ങൾ പെൺകുട്ടികളുടെ ഐഡിയും കാര്യങ്ങളും എടുത്ത് പുറത്തേക്ക് വിടുന്നുണ്ട്. നിങ്ങൾ അല്ലാത്ത വെർബൽ റേപ്പ് ആ സ്ത്രീകളെ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു നാട്ടിലെ നിയമപരിരക്ഷയാണ് ഇരയാക്കപ്പെടുന്ന വ്യക്തികളുടെ ഐഡന്റിറ്റി രഹസ്യമാക്കി സൂക്ഷിക്കുക എന്നുള്ളത്. അത് ആ മാന്യമര്യാദ ഭാഗമായി ചെയ്യുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ധാർമ്മികത പുലർത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അയാളുടെ അടിത്തറ അതായിരിക്കണം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, അതിൽ നിന്നൊക്കെ മാറിയതിനു ശേഷം ഞാൻ എത്ര പെണ്ണുങ്ങളെ വേണമെങ്കിലും പീഡിപ്പിക്കും, ഞാൻ അതിനുള്ള കഴിവുണ്ട്, ഞാൻ ഒരു രാഷ്ട്രീയ നേതാവാണ്, അപ്പോൾ എനിക്ക് ഉത്തരവാദിത്തം മറ്റ് പല മേഖലകളിലേക്കാണ്, പക്ഷെ എൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന രീതിയിൽ ഞാൻ സ്ത്രീകളെയൊക്കെ ഉപയോഗിച്ച് തള്ളും എന്നുള്ള ഒരു നിലപാടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളവന്മാർക്കെതിരെ ഞാൻ പറയുന്നത് ജാമ്യം പോലും അയാൾക്ക് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ജാമ്യം പൂർണ്ണമായ അർത്ഥത്തിൽ നിഷേധിക്കുകയും KPCC ഇയാളെ പൂർണ്ണമായി പടിയടച്ച് പിണ്ടം വെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ്, ഒരു വനിതാ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലെ പടിയടച്ച് പിണ്ടം വെക്കണമെന്ന് പറഞ്ഞപ്പോൾ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നിശബ്ദത പാലിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഏറ്റവും ഒടുക്കൻ രാഹുലിന് ഇന്നിപ്പോൾ ജാമ്യം കൂടി നിഷേധിക്കപ്പെട്ടാൽ അതിന് മുൻപെങ്കിലും AICC രാഹുലിനെ പൂർണ്ണമായും അർത്ഥത്തിൽ പുറത്താക്കാനുള്ള നടപടി. ഇനി എനിക്കത് കുറച്ചും സാങ്കേതികപരമായി ഇനി അത് പ്രഖ്യാപിച്ചാൽ കൂടി മാത്രം മതിയാകും. ആ ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനാകണം. ഇത്തരത്തിലുള്ള പെണ്ണുപിടിയന്മാർ, ഇരപിടിയന്മാർക്ക് ഈ നാട്ടിൽ റോളില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണം. അത് CPM സാധിക്കുമെന്നില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമാണ്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ്സുകാർക്കെങ്കിലും അതിന് സാധിക്കും. അതെ, കാരണം CPM ഒരിക്കലും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഇതൊക്കെ ഈ കള്ള്, കഞ്ചാവ്, ഇത്തരം ലഹരികള്, പെണ്ണുപിടി, ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ സമീകരണത്തിന്റെ ആവശ്യം പോലും ഇല്ല. ഇന്നത്തെ CPM ഇല്ല. അതെ, അതാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു വേറിട്ട് നിൽക്കുന്നവരാണ്. ഏറ്റവും പിന്നെ എന്താണ് ഇന്ത്യയുടെ ചരിത്രം കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നാണ് നമ്മളെല്ലാവരും ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് ഏറ്റവും സുതാര്യമായ ഒരു നടപടി തന്നെ പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴും അവർ ഏറ്റവും ധൈര്യത്തോടു കൂടി നല്ലൊരു നടപടി ആദ്യമേ എടുത്തു എന്നുള്ളതാണ്. പിന്നീട് വന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ ഒരാളിന്റെ ഒരു കരിസ്മാറ്റിക് ഫിഗർ, അയാളുടെ ഒരു മെറിറ്റിലെ കഴിവുകളൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു ചർച്ച വരും. അത് സ്വാഭാവികം മാത്രമാണ്. ജനങ്ങൾക്കും അണികൾക്കും ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ എന്നുള്ളത് മാത്രമല്ല മറിച്ച ഏത് മേഖലയായിക്കോട്ടെ, അതൊരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്നവരാകട്ടെ, അതല്ലെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഈ ധാർമ്മികത വിട്ട് അല്ലെങ്കിൽ പ്രതിബദ്ധത ഇല്ലാതെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം സമൂഹത്തിൽ ഇപ്പോൾ പല രീതിയിലും സ്ത്രീകളാണ് ഇതിനകത്ത് കൂടുതൽ ഇരകളായി മാറുന്നത്. അവരെ ചിലപ്പോൾ മാനസികമായി ബുദ്ധിമുട്ടി നിൽക്കുന്നവരായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടി നിൽക്കുന്നതായിരിക്കാം, ഇമോഷണലി അവർ പല കാര്യങ്ങളിലും മാറി ബുദ്ധിമുട്ടി നിൽക്കുന്നവരായിരിക്കാം. ഇവരെയൊക്കെ തിരിച്ചറിഞ്ഞ് ഇവരെ ചൂഷണം ചെയ്ത്, ഇവരെ മാനിപ്പുലേറ്റ് ചെയ്ത് കൃത്യമായി ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇവരുടെ ആസക്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. സത്യമാണ്. ഇവരുടെ ആസക്തികൾ ഇവർ മറച്ചു വെച്ചുകൊണ്ട് ഫേക്ക് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് ഇവർ സമൂഹത്തിൽ ഇങ്ങനെ പടർന്ന് കയറുകയാണ്, ഒരു വൈറസ് പോലെ. ഇത്തരക്കാർക്കെതിരെ തീർച്ചയായിട്ടും യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ പാർട്ടി നടപടിയെടുക്കുക തന്നെ വേണം. മറ്റു പാർട്ടിക്കാർ നോക്കി നിൽക്കട്ടെ.